പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇപ്പോൾ സ്പെഷ്യലുകളുടെ കാലമാണ് കേട്ടോ, എന്തിനും സ്പെഷ്യൽ. അപ്പോൾ സ്പെഷ്യൽ അന്വേഷിച്ച് പോയി ഇപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ കിട്ടിയത് നമ്മുടെ ഇത് എൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ്, ചെറിയേട്ടൻ എന്ന് പറയും. ചെറിയേട്ടന് ഒരു സ്പെഷ്യലുണ്ട്, അതായത് നമ്മുടെ പോത്തിറച്ചി ബീഫ് ഒരു സ്പെഷ്യലായിട്ട് വയ്ക്കുന്ന രീതി. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മൾ പോണത്. അത് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചെറിയേട്ടൻ്റെ ജയശ്ശേരി വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി? 28ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ കൂടി. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത്. അപ്പോൾ ഞങ്ങളിത് എങ്ങനെയാണ് വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ആണ് മനസ്സിലായത് ഇതിൽ കുറച്ച് നമ്മൾ സാധാരണ വെക്കണ രീതി തന്നെ അതിൽ 2-3 സാധനങ്ങളിൽ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു ടേസ്റ്റ് മാറ്റം വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അത് ചെറിയേട്ടനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് ഇതിൽ വെച്ചാലോ എന്ന് ചോദിച്ചാൽ ചെറിയേട്ടൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവാണ്. ഇവിടെ ചെറിയേണ്ട അടുക്കള തോട്ടമാണ്, വീടിൻ്റെ പിന്നിലുള്ള അടുക്കള തോട്ടം. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ, കുറച്ച് പച്ചക്കറികൾ ചെറിയിടം പൊട്ടിക്കുന്നുണ്ട്. ഇത് വഴുതനങ്ങ അരിയാണ്. ഇവിടുന്ന് 2 വഴുതനങ്ങ പൊട്ടിക്കുന്നു. വഴുതനങ്ങ 1/2 കിലോ ഒഴിക്കണല്ലോ കേട്ടാ. അതിനുള്ള മതി. ഇത് പുതിനയിലയാണ്. ഇവിടുന്ന് കുറച്ച് പുതിനയില പൊട്ടിക്കുന്നു കേട്ടാ. പുതിനയില ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് ഉള്ളീരിയാണ് കേട്ടാ. ഇവിടുന്ന് ഉള്ളീരല. അവിടുന്ന് കുറച്ച് ഉള്ളീരല പൊട്ടിക്കുന്നു. ഉള്ളി കുഴിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ്. പച്ചമുളകിൻ്റെ എണ്ണ കേട്ടാ. ഇവിടുന്ന് കുറച്ച് പച്ചമുളക് പൊട്ടിക്കുന്നു. ഇത് ചുവപ്പ് ചീര. ഇത് മല്ലിയില കേട്ടാ, കുറച്ച് മല്ലിയില. അതൊരു ചെറിയൊരു ഗ്രോ ബാഗിൽ ആദ്യം തന്നെ കുക്കർ എടുത്തു. കുക്കറിലേക്ക് നമ്മൾ 1/2 കിലോ ബീഫാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത് ഇടാൻ പോവാ. കുക്കറിൽ വേവിക്കേണ്ട എന്നുള്ളവർക്ക് ഉരുളിയിൽ വേവിക്കാം. എല്ലാ സാധനങ്ങളും വഴറ്റിയൊക്കെ ശരിയാക്കിയതിന് ശേഷം ഉരുളിയിലിടുന്നത്. നമ്മൾ കുറച്ചൊന്ന് കുക്കറിൽ വേവിക്കേണ്ടത്, അതിന് ശേഷമാണ് ലാസ്റ്റ് ഉരുളിയിൽ ശരിയാക്കണേ കേട്ടാ. എത്ര കഴിയാലും ഈ ചോര വെള്ളം ഉണ്ടാവും കേട്ടാ ഇറച്ചിക്ക്. ആദ്യം കുറച്ച് വേപ്പിലിട്ടു, ലേശം മുളക് പൊടി മതി. ഇപ്പൊ ഈ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. എരിവാണ്, അത് കാരണം നമ്മൾ കുറച്ചിടണല്ലോ കേട്ടാ. പിന്നെ എന്തിട്ടിടണ്ട ചെറിയേട്ടാ? മഞ്ഞപ്പൊടി ഇടില്ല. മഞ്ഞപ്പൊടി ഒരു ലേശം ഇട്ടാൽ മതി കേട്ടാ. നമ്മൾ ഇനി വഴറ്റണേലൊക്കെ ചെയ്യും. 1/2 കിലോ ഉള്ളോ. പിന്നെ ഇനി ഉപ്പ്, ഉപ്പും ഇട്ടു. ആവശ്യത്തിന് മതിയാ. വെളിച്ചെണ്ണ എങ്ങനെ ഒഴിക്കോ? വഴറ്റണേല് മതി. കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചു കേട്ടാ. 1ാമത്തെ വിസിൽ വരാറായിട്ടാ. അതെ, ഫുള്ളിൽ സ്റ്റീം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വരുന്നതിലും തൊട്ട് മുന്നായിട്ട് ഓഫ് ചെയ്യാം. വിസിലടിക്കാൻ നിൽക്കണ്ട, ഓഫ് ചെയ്തു. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാതെ അവിടെ ഇരിക്കട്ടെ. ബാക്കി വേവല് നമുക്ക് ഉരുളിയിലിട്ടാട്ടാ. മണങ്ങളൊന്നും പോവില്ല. അതന്നെ ചെറിയേട്ടൻ പറയണത്, വിസിലടിച്ച് കഴിഞ്ഞിട്ട് മണങ്ങളൊക്കെ പോകുന്നു. അപ്പൊ മണം പോവാണ്ടിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. വരുന്നതിലും മുന്നേ ഒരു ഉഗ്രൻ ടിപ്സ്. അപ്പൊ ഇത് ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് വഴറ്റാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സാധാരണ പോലെ തന്നെ ഒരു സബോള ഉണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് വേപ്പിന്റെ ഇലയുണ്ട്. ഇനി നമ്മൾ പൊട്ടിച്ച സാധനങ്ങൾ നുറുക്കാൻ പോകണം കേട്ടാ. അപ്പൊ വഴുതനങ്ങ ഇത് കണ്ടിട്ട് നമ്മൾ വാങ്ങണ വഴുതനങ്ങ ഇതിലിടരുത് അല്ലേ ചെറിയേട്ടാ? ഭയങ്കര മൂത്തതാവും. ചള്ള് മാത്രല്ല, നമ്മുടെ വീട്ടിലത്തെ ആകുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോവും. അതന്നെ സാധാരണ പോലെ നുറുക്കിയാൽ മതി. അപ്പൊ അതൊക്കെ നുറുക്കിയാൽ മതി. 4ആയിട്ട് മുറിച്ചിട്ട് സാധാരണ പോലെ നുറുക്കണോ? 2 വലിയ വഴുതനങ്ങ കേട്ടാ. 1/2 കിലോ ബീഫിലേക്ക്. പച്ചക്കറി കൂട്ടുന്നവർക്ക് പച്ചക്കറി കൂട്ടാത്തവരെ കഴിക്കാത്തവരെ കഴിപ്പിക്കാനുള്ള ഒരു തന്ത്രം. ഇതൊരു പാത്രത്തിലിട്ട് വയ്ക്കുന്നു. പിന്നെ ചീരയാണ്, ചുവപ്പ് ചീര. ഇതിന് പൂവും വീട്ടിൽ തിന്നേട്ടാ, പൂവും ഇതൊക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമല്ല ഇനി കേട്ടാ. ചുവപ്പ് ചീര ഇടുന്നതിന്റെ കാരണം 1ാമത്തേല് ഇലകൾ ശരീരത്തിൽ ചെല്ലും. 2ാമത്തേന്ന് പറയണത് കളറ്. നമ്മുടെ കൂട്ടാന് നമ്മുടെ വളരെ ചെറുതായിരിക്കണ അപ്പൊ കുഴപ്പമില്ല. മുഴുവനായിട്ട് 5-6 പച്ചമുളക് അരിഞ്ഞു വെക്കുന്നുണ്ട്.
ഈ മല്ലിയിലയും പിന്നെ സ്പ്രിംഗ് ഓണിയില്ലേ ഉള്ളിയിലയും ഇത് അരിഞ്ഞ് ഒക്കെ മാറ്റി വയ്ക്കുക. എല്ലാം പുതിനല അരിഞ്ഞ് പുതിനല വേറെ ആയിട്ട് മാറ്റി വയ്ക്കുക. ഉരുളി ചൂടായിട്ടാ വെളിച്ചെണ്ണ തോര ഒഴിക്കണം തോറോട്ടെ ചെറുട്ടാ മതിയില്ലേ? ഇതെന്തോ എത്ര സ്പൂൺ ഉണ്ടാവും? അതൊരു 3 ടീസ്പൂൺ ഉള്ളത്. ആ ആ നമുക്ക് കൊറേ സാധനങ്ങൾ വഴറ്റാണ്ട് കേട്ടാ. അത് അരത്തിലൂടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പച്ചക്കറി അധികം അതന്നെ 1 കിലോനെ ബീഫുള്ള ബാക്കി ഉള്ള മുഴുവൻ പച്ചക്കറികളാ. വഴുതിനി ഉണ്ടട്ടാ ഒരു 350 ഗ്രാം. സാധാരണ എല്ലാതും സാധാരണ പോലെ തന്നെ എല്ലാതും ഇട്ടിട്ട് നമ്മൾ വഴറ്റാൻ പോവാട്ടാ. സവാള ഒരെണ്ണം, ഒരു സവാള അരിഞ്ഞത്, മുളക് പൊടി, ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ഇട്ടു കേട്ടാ. പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഇട്ടു. പിന്നെ നമ്മുടെ പച്ചമുളക് ഉറുക്കിയത് ഇട്ടു. എല്ലാം ഒരുമിച്ചാണ് അല്ലാതെ ഇട്ടിട്ടാണ് വഴറ്റാൻ പോണേ. ഇനി ഇതിലേക്ക് വഴുതനങ്ങ ഇടാൻ പോവാട്ടാ. ഇത് വാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മറ്റേ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലേക്കുള്ള ഉപ്പ് മതി, കുറച്ചിട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഇടാം. അതുപോലെ ലേശം മഞ്ഞപ്പൊടിയും ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഈ മരത്തിൻ്റെ ഇതുകൊണ്ട് ഇളക്കുമ്പോഴേ ഈ അടിയിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇതൊക്കെ അടിയിൽ പിടിക്കുക. അപ്പോൾ നമ്മൾ ഈ സാധനം മാറ്റിയിട്ട് നമ്മൾ ഇതേ ചട്ടകം കണ്ട ഇതിനോണ്ടാകുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കില്ല. ഒരു സൗണ്ടിനൊരു വ്യത്യാസം വരുന്നത് മാത്രമല്ല കേട്ടോ. ഇനി അത് ഫ്രീ ആയിട്ട് എടുക്കും. ഇപ്പോഴും ഇങ്ങനെ അല്ലേ, ആദ്യം മരത്തിൻ്റെ കയ്യിലെടുക്കും, എന്നിട്ട് ഇടയിൽ വെച്ച് മാറ്റി. അതാണ് പതിവ്. ഇവൻ വാടിക്കൊണ്ടിരിക്കുന്നത് നല്ല മണം വരുന്നുണ്ട് കേട്ടാ. കുറഞ്ഞു വഴുതിനിങ്ങ ഉപ്പേരിയാണ് കേട്ടത്. വഴുതിനിങ്ങ മെഴുക്ക് പറ്റി മാറിപ്പോത്. വഴുതിനിങ്ങ തുടക്കം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ നല്ലൊന്നായി മാറിയത്. ഇത് നമ്മുടെ നാടൻ വഴുതിനിങ്ങ പറ്റുള്ള വീട്ടിലൊക്കെ ഉണ്ടാവണത്. അല്ലെങ്കിൽ അത് മൂത്തിട്ടൊക്കെ കാര്യമൊന്നുമില്ല. കള്ളായതുകൊണ്ടാണ് ഇങ്ങനെ കള്ളാവുമ്പോ അതിലങ്ങടെ അലിഞ്ഞു പോക്കോളൂ. ചള്ള് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയില്ല ചെറുട്ടാ. പിഞ്ച് പിഞ്ച് എന്ന് പറയും. നമ്മള് തൃശ്ശൂർക്കാര് ചള്ള് എന്ന് പറയും. മൂക്കാത്തേനെ ചെറിയേട്ട തലയെക്കെട്ടൊക്കെ ആയിട്ട് ശരിക്കും പാചകക്കാരനായിട്ട് തന്നെയാട്ടാ വന്നേക്കണ്. തലക്കെട്ടായിട്ട് തന്നെ നിൽക്കാറ്. ഇന്ന് നമ്മള് എനിക്ക് പൊടി ഐറ്റംസ് ഇടാൻ പോട്ടെ. മുളക് പൊടി ഇടണു. മുളക് പൊടി ഇത് ഭയങ്കര എരിവുള്ള മുളകാണ്. നമ്മൾ കുറച്ചിട്ടുള്ളൂ. ഇനി നമ്മള് മല്ലിപ്പൊടി, ഇത് മല്ലിപ്പൊടി കുറച്ചുകൂടി ഇട്ടു കേട്ടാ. 1/2 കിലോനുള്ളോ. പച്ചക്കറിയാണ് കൂടുതൽ. മുളക് പൊടി നമ്മൾ ലേശം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇറച്ചിയിൽ ലേശം ഇട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുരുമുളക് പൊടി ഇടില്ലേ. മുളക് പൊടി ഇട്ടെൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ഇട്ടു കേട്ടാ. മുളകൊക്കെ മൂത്ത് തുടങ്ങി. നമുക്കിനി കുറച്ച് വേവിച്ച്, പകുതി വേവെന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്കും വേവായിട്ടില്ല. കുക്കറിൽ ഇരിക്കണ ഇറച്ചിയിലേക്ക് ഇടാം അല്ലേ ചെറുട്ടാ. എൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിലേക്ക് ഈ സമയത്ത് നമ്മൾ ചീരലിടാട്ടാ. ഇത് മൂടിയിട്ട് കുറച്ചധികം സമയം ഇത് വേവിക്കണം. കാരണം ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ലല്ലോ.
കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടാ. അപ്പം ഇളക്കി നമുക്കിനി ഇത് മൂടിയിട്ട് വേവിക്കാം. നമ്മളിപ്പുറത്തെ വലിയ ബർണറില്ലേ, വലിയ അടുപ്പ് കത്തിച്ചു. നല്ല കാറ്റുള്ള കാരണം കൊണ്ടേ ഇങ്ങോട്ട് മാറ്റിയിട്ടാ. തിളക്കണ സൗണ്ട് കേൾക്കില്ലേ? തുറന്നു നോക്കിയ ചെറിയേട്ടാ. ഒരു സ്പെഷ്യൽ മണമാണ് കേട്ടാ. നിങ്ങളുടെ അടുത്ത് എനിക്കത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാന്ന് അറിയില്ല. സാധാരണ നമ്മൾ ഈ എല്ലാ സാധനങ്ങളും വഴറ്റിയിട്ടൊക്കെ വെക്കുമ്പോഴുള്ള ഒരു മണല്ലേ, ആ മണല്ല. വെള്ളം വറ്റി തുടങ്ങി. അപ്പം എത്ര സമയം ഉണ്ടാവും ചെറിയേട്ടാ? ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ഇപ്പം ഇങ്ങനെ അടച്ചു വേവിച്ചു കേട്ടാ. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞല്ലേ ആ ചാറ്, അതിങ്ങനെ പച്ചക്കറിയാണ് ശരിക്കും. അപ്പോൾ ഈ കറിയുടെ ഇറച്ചിയുടെ കൂടെ ചാറിന് നല്ല കൊഴുപ്പായിരിക്കും. അതാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാട്ടാ. ചാറൊക്കെ നന്നായി കുറുകി വന്നു, ഇറച്ചിയൊക്കെ വെന്തുണ്ട്. ഇനി നമ്മളിലേക്ക് മസാല നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടാ. വേവിക്കുമ്പോഴും വഴറ്റുമ്പോഴും ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ മസാല നമ്മളിലേക്ക് ഗരം മസാല പൊടി കേട്ടാ, നമ്മൾ വീട്ടിൽ പൊടിച്ചത് അത് ചേർത്തു. ഇനി ഇടാൻ പോണത് പുതിനല കേട്ടാ. ഈ മല്ലിയിലയും മറ്റേ ഉള്ളിയുടെ തണ്ടും അരിഞ്ഞു വെച്ചത് അതും ഇടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കുരുമുളക് പൊടി ലേശം ഇടുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി, ഇഷ്ടം. ഇപ്പൊ നല്ല മണാട്ട വരുന്നത്. ഇതിലിപ്പോ വഴുതനക്കൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് എല്ലാവരും പറയോ അല്ലേ ചെറിയേട്ടാ? ഇല്ല, അറിയില്ല. അലിഞ്ഞു ചേർന്നതൊക്കെ ഇറച്ചിയിലൊപ്പം ഇത് നിൽക്കും ചെയ്യും. മൊത്തം അതന്നെ ഇറച്ചിമ കവർ ചെയ്ത അതന്നെ. ആ ഗ്രേവി മുഴുവനേ ആ പീസുകളുമൊക്കെ കവർ ചെയ്തിട്ട് നിൽക്ക. നമ്മള് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് അല്ല കേട്ടോ ഇപ്പോ. അത് വെയിലിനനുസരിച്ചിട്ടേ ഈ മേശ നീക്കി ഇപ്പൊ വീടിന്റെ മുന്നിലേക്ക് എത്തി മേശ. ഇതേ കണ്ട, ഈ വഴുതിനിങ്ങൊക്കെ ഇതുമ്മ പിടിച്ചു. വഴുതിനിങ്ങാന്ന് തോന്നില്ല, അല്ല വഴുതിനിങ്ങാന്ന് തോന്നില്ല, വഴുതിനിങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ഇറച്ചിയാന്ന് തോന്നില്ല. ഇത് നമുക്കിനിങ്ങനെ ഇട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാട്ടാ. ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഈ സാധനം ഈ ലെവലിലായി. ഇത് ഇനി മെല്ലെ ചെറിയ തീയിൽ ഇങ്ങനെയാക്കി ഡ്രൈ ഫ്രൈ ആയിട്ടില്ലേ, ഇങ്ങനെ വേറിട്ട് കിടക്കുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ആക്കാം. ഞങ്ങൾ ഇത്ര വരെ ആക്കണല്ലോ. ഇനി ഇതിലേക്ക് ഒരു സാധനം ഇങ്ങനെ കഴിക്കാൻ ഇതിന്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റ് ആട്ടാ. അത് കാരണം ഞങ്ങളിപ്പോ ഈ പരുവത്തിൽ നിർത്താൻ പോവാണ്. ഇതിൽ ഉപ്പും മുളകും എല്ലാം പാകത്തിനാണൊക്കെ നോക്കി. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില നിർത്താൻ പോവാട്ടാ. നിർത്തിയിട്ടില്ല, ഒരു സാധനം കൂടി ചേർക്കാണ്ട്. ഇനി ഈ നന്നായിട്ട് ഫ്രൈ ചെയ്യണമെന്നുള്ളവര് കുറച്ചും കൂടി നേരം ആക്കിയിട്ട് ലാസ്റ്റ് വേപ്പിലൊക്കെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കണ്ട്. ഒരു കുറച്ച് കപ്പലണ്ടി, ഉണക്ക കപ്പലണ്ടി ഇല്ലേ, തൊലി കളഞ്ഞത്. വറുത്ത കപ്പലണ്ടി, തൊലി കളഞ്ഞത്. ഇതിനെ വേറെ ഇതിൽ ചിലർ കടല എന്ന് പറയും ഇതിനെ കേട്ടാ. കപ്പലണ്ടിയാണ്, നിലക്കടല എന്ന് അങ്ങോട്ട് പറയും. അതിലിടുന്നു. ഇതിന്റെ ഒപ്പം അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇടാം അല്ലേ ചെറിയേട്ടാ? അണ്ടിപ്പരിപ്പ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിന് വന്നില്ലേ, ബദാമും അതിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിതിൽ കപ്പലണ്ടി മാത്രം ഇടണം കേട്ടോ. കഴിഞ്ഞു പരിപാടി. ഇതിന്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ചെയ്യാം. ആവശ്യത്തിന് ഞങ്ങൾ എടുക്കണല്ലോ. അപ്പോൾ
നമ്മുടെ ചെറിയേട്ടൻ്റെ ബീഫ് കേട്ടാ. ഇതിനെ സ്പെഷ്യൽ ബീഫ്. ആ സ്പെഷ്യൽ ബീഫ് എന്ന് പറയാം. ചെറിയേട്ടന് ഇതിനെ വെജിറ്റബിൾ ബീഫ് എന്നാണ് വിളിക്കുക, ഇട്ടേക്കണ പേര്. വഴുതിനിയാണ് ശരിക്കും പറയണമെങ്കിൽ. വഴുതിനിയും ബീഫ് ഏകദേശം ഒപ്പതനാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത് കേട്ടാ. നമുക്കിതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ പോകണം ഞങ്ങൾ. ഓരോരുത്തർ എടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയും. ചുണ്ടിനെ പിടിച്ചിരിക്കുന്നു. കൈ കൊണ്ടാണ് എടുക്കുന്നത്, ടീസ്പൂൺ എടുക്കണില്ല. കപ്പലണ്ടി അടക്കടത്ത് തിന്നണം. ടേസ്റ്റ് ഉണ്ടോ? പാത്രത്തിൽ മുഴുക്കെടുത്ത് തിന്നുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ 1/2 കിലോ ഇറച്ചി കൂളായിട്ടിരുന്ന് തിന്നും. അപ്പന്നെ കഴിയത് വഴുതിനിങ്ങനെ അറിയില്ല, ഒന്നും അറിയില്ല. കപ്പലണ്ടി ഇടയ്ക്കിടയ്ക്ക് അടിക്കുമ്പോൾ പറയാനും ഇല്ല. നിങ്ങൾ വെച്ച് നോക്കട്ടെ ഈ സാധനം. അതായത് വഴുതിനിങ്ങൊന്നും നമ്മുടെ വീട്ടിലത്തെ കുട്ടികൾ ചിലവർ കഴിക്കില്ല, വീട്ടിലുള്ളവരും കഴിക്കില്ല. വീട്ടിൽ വഴുതനങ്ങുള്ളവരാട്ടാ വാങ്ങിയിട്ട് ചിലപ്പോ ടേസ്റ്റ് കിട്ടുമെന്ന് അറിയില്ല. വാങ്ങിക്കുന്ന വഴുതനങ്ങ ഇത്തിരി മൂപ്പുണ്ടാവും. മൂപ്പ് ചേർത്ത് നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് വാരി വാരി തിന്നാം. അത്രയും അപാര ടേസ്റ്റാണ്. ഇറച്ചിയിലധികം പച്ചക്കറി വരില്ല, പറയാനില്ല. ചെറിയ കുറേ ടൈപ്പ് റെസിപ്പി ഇടുന്നുണ്ട്, നമുക്ക് ഓരോന്ന് ചെയ്യാം. നവരക്കഞ്ഞിക്ക് നവധാന്യക്കഞ്ഞി, പിന്നെ ഓരോ ഇലകളിട്ടുള്ള പൂട്ടുകൾ. ചെറിയേട്ടൻ്റെ എല്ലാ റെസിപ്പികളും ഹെൽത്തി സാധനങ്ങൾ, ഹെൽത്തി റെസിപ്പീസ് ആണ്. എല്ലാത്തിലും ആള് ഒരേ ഇലകളും ഇതൊക്കെ ഇട്ടിട്ടാണ് ആള് ഒരു സ്പെഷ്യൽ ടൈപ്പിലാണ് ഒക്കെ ചെയ്യാ. ചോറ് കഴിക്കല് കുറവാ ചെറിയേട്ടൻ അല്ലേ? ചോറ് കുറവാ, ഒരു നേരം എങ്ങാനും ചിലപ്പോ കഴിക്കുള്ളൂ അല്ലേ? ചില ദിവസങ്ങളില് ഒരു നേരം കഴിക്കാറില്ല, 3 നേരം ആള് വേറെ എന്തെങ്കിലുമൊക്കെ നവധാന്യം അല്ലെങ്കിൽ പുല്ല്, ഗോതമ്പ് അങ്ങനെയൊക്കെയുള്ള പല പല സാധനങ്ങളാണ്. പിന്നെ ഇലക്കറികൾ, ഇതൊക്കെയാണ് ആള് കഴിക്കുക. പിന്നെ വീട്ടില് കുറെ ഇലക്കറികളുണ്ട്, നമുക്ക് വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, ഇതൊക്കെ അവിടത്തെയാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കഴിക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ ചിലപ്പോ മീനിലിട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഇറച്ചിയിലിട്ട് വയ്ക്കും. വഴുതിനൊക്കെ മീനിലിട്ട് വെച്ച ബെസ്റ്റ് ബ്രാല് തിന്ന പോലെ തന്നെ റൗണ്ട് നോക്കിയിട്ടുണ്ടെന്നുള്ളൂ. പല പല എല്ലാം കൂടി ചേർന്നുള്ള ഒരു പരീക്ഷണമുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും വെക്കുക. നമ്മൾ പറയില്ല ആരോഗ്യമുള്ള സാധനത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? പക്ഷെ ഇത് ടേസ്റ്റും ഉണ്ട്, ആരോഗ്യവും ഉണ്ടാക്കുന്ന സാധനമാണ്. കഴിഞ്ഞു തുടങ്ങി. ജഗ്ഗുന് ഞാൻ എടുത്തു കൊടുക്കാണ്ട് തന്നെ ആള് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഇതിന് ഭയങ്കര ടേസ്റ്റാ. ഏതാൾക്കാരായാലും ഇങ്ങനെ പച്ചക്കറിയാന്ന് തോന്നുന്നില്ല, എന്ത് വേണേലും എടുത്ത് അത് അത്രയും ടേസ്റ്റ് എടുത്ത് തിന്നും. അപ്പൊ ധൈര്യമായിട്ട് പരീക്ഷിക്കാന്നല്ല കഴിക്കാം. ഇതാണ്. അപ്പൊ ഞാൻ നിർത്തണം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.